Okay, good evening. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെൽ ഡിവിഷന്റെ ഒരു ഡിവിഷൻ ആണ്. സോ നമ്മൾ ഓൾറെഡി കുറെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ് സെൽ ഡിവിഷൻ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും ആണ്. ലാസ്റ്റ് ടൈം ഏവോ എക്സാമിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഇന്ന് റിവിഷൻ ക്ലാസ്സിൽ കുറച്ചും കൂടി നമ്മൾ ഡീപ്പായിട്ട് ചില കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ നോക്കാം. ആദ്യം സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രോസസ്സാണ്. സെൽ ഡിവിഷൻ എന്തിനാന്ന് വെച്ചാൽ ഒരു ന്യൂ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട്. അത് ഇൻ കേസ് ഓഫ് യൂകാരിയോട്ടിക് നമ്മൾ നോക്കുമ്പോൾ ഒരു ന്യൂ സെല്ല് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനോ അല്ലെങ്കിൽ റീപ്രൊഡക്ഷനോ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെൽ ഡിവിഷൻ. ഇത് ചില സിംഗിൾ സെൽ ഓർഗാനിസംസ് ഉണ്ട്. ആ സിംഗിൾ സെൽ ഓർഗാനിസത്തിൽ ഒരു ന്യൂ ഓർഗാനിസം അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഫോം ആവണമെങ്കിൽ നമുക്ക് സെൽ ഡിവിഷൻ പ്രോസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വരുമ്പോൾ സെൽ ഡിവിഷനിൽ തന്നെ പ്രൊകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ സെൽ ഡിവിഷൻസ് ഉണ്ട്, പിന്നെ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ സെൽ ഡിവിഷൻസ് ഉണ്ട്. ഇപ്പൊ പ്രൊകാരിയോട്ടിക് എന്ന് പറയുമ്പോൾ അതിലും ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഫിഷൻ ഉണ്ട്, മെയിൻ ആയിട്ട് ബാക്ടീരിയയിലൊക്കെ നമുക്ക് ഫിഷൻ ആണ് സെൽ ഡിവിഷൻ പ്രോസസ്സിന് യൂസ് ആവുന്നത്. റീപ്രൊഡക്ഷൻ ആൻഡ് സെൽ ഡിവിഷൻ അത് ഫിഷൻ ആണ്. പിന്നെ ഫംഗസ് ഒക്കെ നോക്കുമ്പോൾ ഒരു ന്യൂ ഫംഗൽ പാർട്ടിക്കിൾ ഡെവലപ്പ് ആവണമെങ്കിൽ ബഡ്ഡിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും സെൽ ഡിവിഷൻ പ്രോസസ് ആയിട്ട്. ഓക്കെ, ഇതാണ് പ്രൊകാരിയോട്ടിക്കിൽ വരുന്നത്. ഇത് യൂകാരിയോട്ടിക് എടുക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് സെൽ ഡിവിഷൻ പ്രോസസ് ആണ് ഉള്ളത്. ഒന്ന് മൈറ്റോസിസ്, പിന്നെ മിയോസിസും. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ഡീപ്പായിട്ട് നോക്കുന്നത്. ഓക്കെ, സോ മൈറ്റോസിസും ഈ മിയോസിസും തമ്മിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റീവ് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, മൈറ്റോസിസിൽ നമുക്ക് ഡോട്ടർ ന്യൂക്ലിയൈ ഐഡന്റിക്കൽ ആയിരിക്കും. പേരന്റ് ന്യൂക്ലിയൈ എങ്ങനെയാണോ അതുപോലെ ഐഡന്റിക്കൽ ന്യൂക്ലിയസും ഐഡന്റിക്കൽ സെല്ലും ഉള്ള ഒരു പ്രോസസ്സാണ് മൈറ്റോസിസ്. അത് മെയിൻ ആയിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഓർഗാനിസം, പിന്നെ റിപ്പയർ ഓഫ് സെൽസ്, ഇതിനാണ് മൈറ്റോസിസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മിയോസിസ് നോക്കുമ്പോൾ ക്രോമോസോം നമ്പർ റെഡ്യൂസ് ടു ഹാഫ്. ഒരു മിയോസിസ് സംഭവിച്ച ശേഷം, അതായത് ഒരു മിയോസിസ് പ്രോസസ് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് ക്രോമോസോമൽ റിഡക്ഷൻ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗാനിസത്തിൽ 10 ക്രോമോസോം ഉണ്ടെങ്കിൽ മിയോസിസ് ഇവന്റ് കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിന്റെ ഡോട്ടർ സെൽസിൽ 5 ക്രോമോസോമേ ഉണ്ടാവും. അതൊരു റിഡക്ഷണൽ പ്രോസസ് ആണ്. അത് മെയിൻ ആയിട്ട് സ്പോർ ഫോർമേഷനിലും ഗാമേറ്റ് ഫോർമേഷനിലാണ് വേണ്ടത്. ബിക്കോസ് ഈ സ്പോർ ഫോർമേഷനും ഗാമേറ്റ് ഫോർമേഷനും നടക്കുമ്പോൾ ആ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ് ആയിട്ട് ഫ്യൂസ് ആവുമ്പോൾ ആ പർട്ടിക്കുലർ ക്രോമോസോം നമ്പർ മെയിൻറ്റെയിൻ ആയി പോവാണ്. ഈ റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് മിയോസിസ് ബൈ നേച്ചർ ഹാപ്പനിങ്. ഓക്കെ, സോ നമുക്ക് സെൽ ഡിവിഷൻ, ഇത് മൈറ്റോസിസ് ആയാലും ശരി മിയോസിസ് ആയാലും ശരി, നമുക്ക് ഒരു രണ്ട് ഇമ്പോർട്ടൻറ്റ് ഈവൻസ് ഉണ്ട്. ഒന്ന് കാരിയോകൈനസിസ്. കാരിയോകൈനസിസ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്. അപ്പൊ മൈറ്റോസിസ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡോട്ടർ സെൽസ് ഫോം ആവും. അപ്പൊ രണ്ട് ഡോട്ടർ സെൽസിനും ആ ന്യൂക്ലിയസ് ഡിവൈഡ് ആവണം, ന്യൂക്ലിയസ് ഉണ്ടാവണം. ഓക്കെ, ആ പ്രോസസ്സാണ് കാരിയോകൈനസിസ്. ഇതേ സൈറ്റോപ്ലാസം ഡിവിഷൻ ആണ് നമുക്കത് സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സൈറ്റോപ്ലാസത്തിലാണ് സെൽ ഓർഗനൽസ് അതെല്ലാം പ്ലേസ് ആവുന്നത്. അപ്പൊ സൈറ്റോപ്ലാസ്മിക് ഡിവിഷനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ രണ്ട് മെയിൻ ഈവൻസ് ആണ് കാരിയോകൈനസിസും സൈറ്റോകൈനസിസും. പിന്നെ സെൽ സൈക്കിൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സെൽ സൈക്കിൾ ആ വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു മൈറ്റോസിസ്. ബിക്കോസ് മൈറ്റോസിസ് മാത്രമാണ് സൈക്ലിക് ഈവന്റ് ആയിട്ട് നടക്കുന്നത്. ഒരു ഇന്റർഫേസ് ഉണ്ടാവും, എം ഫേസ് ഉണ്ടാവും. ആ എം ഫേസ് കഴിഞ്ഞാൽ രണ്ട് ഡോട്ടർ ന്യൂക്ലിയൈ ഫോം ആവും. ആ രണ്ട് ഡോട്ടർ ന്യൂക്ലിയൈ വീണ്ടും ഇന്റർഫേസിൽ എൻട്രായി, എം ഫേസിൽ എൻട്രായി അടുത്ത ന്യൂ ഡോട്ടർ ന്യൂക്ലിയസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു സൈക്ലിക് ഈവന്റ് ആയിട്ട് സംഭവിക്കുന്നതാണ് മൈറ്റോസിസ്. ഇതേ മിയോസിസ് എടുക്കുമ്പോൾ മിയോസിസിന്റെ ഡോട്ടർ സെൽ ഫോം ആയാൽ വീണ്ടും ഒരു മിയോസിസ് അവിടെ നടക്കില്ല. അതുകൊണ്ട് ദ ടേം സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെൻഷൻഡ് ഫോർ മൈറ്റോസിസ്. അപ്പോൾ ഈ സെൽ സൈക്കിളിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫേസസ് ആണ് ഉള്ളത്. ഒന്ന് ഇന്റർഫേസും പിന്നെ മൈറ്റോട്ടിക് ഫേസ് ഓർ എം ഫേസും. ഓക്കെ, അപ്പോൾ സെൽ സൈക്കിൾ അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് സീരീസ് ഓഫ് ഈവൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടാവും. G1 സ്റ്റേജ് ഉണ്ട്,
എസ് ഫേസ് ഉണ്ട്, പിന്നെ G2 സ്റ്റേജ് ഉണ്ട്. ഓക്കെ, ഈ G1 ഫേസ് എന്ന് പറയുന്നത് പ്രീ റെപ്ലിക്കേഷൻ ഫേസ് ആണ്. ഇന്റർഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. ആ DNA റെപ്ലിക്കേഷന് മുന്നേ ഒരു ഫേസ് ഉണ്ടാവും, അതാണ് G1 ഫേസ്, അല്ലെങ്കിൽ നമുക്ക് പ്രീ റെപ്ലിക്കേഷൻ പീരിയഡ് എന്ന് പറയാം. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നടക്കുന്നത് എന്താന്ന് വെച്ചാൽ പ്രോട്ടീൻസ്, RNA ഇതൊക്കെ സിന്തസിസ് ആവുന്ന ഒരു പീരിയഡ് ആണ് ഈ G1 ഫേസ്. ഇപ്പൊ റെപ്ലിക്കേഷന് ആവശ്യമുള്ള പ്രോട്ടീൻസും റെപ്ലിക്കേഷന് ആവശ്യമുള്ള ട്രാൻസ്ക്രിപ്റ്റ്സും ഇതെല്ലാം സിന്തസിസ് ആവുന്നത് G1 ഫേസിലാണ്. പിന്നെ ആ സെല്ലിനൊന്ന് പ്രിപ്പയർ ചെയ്യും, റെഡിയാക്കും അടുത്ത ഫേസിലേക്കാണ്. എസ് ഫേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫേസ് ആണ്. അപ്പൊ ആ ഇമ്പോർട്ടൻറ്റ് ഫേസിന് കടക്കാൻ വേണ്ടിയുള്ള ഒരു ജസ്റ്റ് ആ പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ് ഈ G1 ഫേസ്. പിന്നെ എസ് ഫേസ് വരും. എസ് ഫേസിൽ എന്താണ് നടക്കുന്നത്? റെപ്ലിക്കേഷൻ ഓഫ് DNA അക്കേഴ്സ്. ഓക്കെ, ഈ റെപ്ലിക്കേഷൻ ഓഫ് DNA എന്ന് പറയുന്നത് ഐഡന്റിക്കൽ പെയർ ഓഫ് DNA കൊണ്ടുവരാൻ വേണ്ടിയാണ്. ബിക്കോസ് നമ്മൾ ഇപ്പൊ 2 ഡോട്ടർ ന്യൂക്ലിയസ് ആണ് ഫോം ആവാൻ പോകുന്നത് അറ്റ് ദ എൻഡ്. ഇപ്പൊ 2 ഡോട്ടർ ന്യൂക്ലിയസിലും ആ DNA കണ്ടന്റും ആ ജീനോം കണ്ടന്റും ഉണ്ടാവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ഡോട്ടർ ന്യൂക്ലിയസിന് വേണ്ടി റെപ്ലിക്കേഷൻ നടക്കണം. ഇപ്പൊ മദറിൽ ഒരു കോപ്പി ഉണ്ടാവും, അതിന്റെ സെയിം കോപ്പി എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഡോട്ടർ ന്യൂക്ലിയസിനും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനുള്ള റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എസ് ഫേസിൽ സംഭവിക്കും. പിന്നെ ഈ എസ് ഫേസിന്റെ സമയം എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് ആണ്. അതായത് ഓർഗാനിസംസ് അല്ലെങ്കിൽ സ്പീഷീസ് അനുസരിച്ച് മാറും. പിന്നെ യൂഷ്വലി അതാണ് ലോങ്കർ ഫേസ് കമ്പയർ ടു G1 ആൻഡ് G2 ഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്റർഫേസ് ആണ് ലോങ്കർ. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ഫിക്സ് ചെയ്ത് അത് അഗെയിൻ സ്പീഷീസിന് അനുസരിച്ച് അത് മാറും. പിന്നെ നെക്സ്റ്റ് വരുന്നത് G2 പീരിയഡ് ആണ്. അത് പോസ്റ്റ് DNA സിന്തസിസ് പീരിയഡ് എന്ന് പറയാം. അതായത് സിന്തസിസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു സെൽ പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവും. ആ G2 ഫേസിൽ എന്താണെന്ന് വെച്ചാൽ അഗെയിൻ പ്രോട്ടീനും RNA ഒക്കെ സിന്തസിസ് ആവും. അതെന്തിനാന്ന് വെച്ചാൽ മൈറ്റോട്ടിക് ഫേസിനുള്ള പ്രോട്ടീൻ, ഇപ്പൊ മെറ്റാ ഫേസിൽ യൂസ് ആവുന്ന പ്രോട്ടീൻസ്, പ്രൊഫേസിൽ യൂസ് ആവുന്ന പ്രോട്ടീൻസ്, അങ്ങനെയുള്ള പ്രോട്ടീൻസും RNA ട്രാൻസ്ക്രിപ്റ്റ്സും അതെല്ലാം G2 സിന്തസിസ് ആവും. ഇപ്പൊ G2ഉം G1ഉം കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ G1 ക്രോമോസോംസ് സിംഗുലർ ഫോം അല്ലെങ്കിൽ നോൺ ഡ്യൂപ്ലിക്കേറ്റഡ് അൺറെപ്ലിക്കേറ്റഡ് ഫോമിൽ ഉണ്ടാവും. പക്ഷെ ഇവിടെ ക്രോമോസോംസ് G2 ക്രോമോസോംസ് ഡ്യൂപ്ലിക്കേറ്റഡ് സ്റ്റേറ്റിൽ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ഓവറോൾ ഇന്റർഫേസിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പൊ ഇത് ഓരോരോ ഫേസിലും എന്താണ് നടക്കുന്നത് അതിന്റെ ഡിഫറൻസസ് അറിയണം. ഇപ്പൊ G1 ഫേസും G2 ഫേസും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ G1 ഫേസിൽ സിംഗിൾ ജീനോം ഫേസ് ആണ്. അതായത് നമുക്ക് എന്താണോ ഓർഗാനിസത്തിലുള്ള ജീനം അതുണ്ടാവും. 1C എന്ന് പറയും, 1C DNA ഒരു സെറ്റ് ഉണ്ടാവും. പക്ഷെ ഇത് G2 ഫേസ് വരുമ്പോൾ അത് 2C ഫേസ് ആവും. അതായത് 2 DNA ഉണ്ടാവും റെപ്ലിക്കേഷന് കാരണം. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഈവൻസ് ഇന്റർഫേസിൽ നടക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നെക്സ്റ്റിലേക്ക് മൂവ് ആവുമ്പോൾ മൈറ്റോട്ടിക് ഫേസ് ആണ്. ഇന്റർഫേസ് എല്ലാം കംപ്ലീറ്റ് ആയാൽ അടുത്ത സെല്ല് മൈറ്റോട്ടിക് ഫേസിലേക്ക് മൂവ് ആവും. ഈ മൈറ്റോട്ടിക് ഫേസ് എന്ന് പറയുന്നത് 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട്. ഒന്ന് പ്രൊഫേസ്, പിന്നെ മെറ്റാഫേസ്, പിന്നെ അനാഫേസ്, ടീലോഫേസ്. ഇതാണ് 4 സ്റ്റേജസ്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വരുന്നത് പ്രൊഫേസ് ആണ്. പ്രൊഫേസിൽ മെയിൻ ആയിട്ട് കണ്ടൻസേഷൻ ഓഫ് ക്രോമോസോംസ് നടക്കും. അപ്പൊ നമ്മൾ നോർമലി ഒരു ഇന്റർഫേസ് സെൽ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ക്രോമോസോമിനെ വിസിബിൾ ചെയ്യാൻ പറ്റില്ല. എവിടെയാണ് ആ ക്രോമോസോം ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ബിക്കോസ് ഉള്ള ക്രോമോസോംസ് എല്ലാം നല്ല ത്രെഡ് പോലെ പിന്നെ ഇന്റർട്വൈൻ ആയി ഒരു ഡാർക്ക് സ്റ്റെയിൻഡ് സ്ട്രക്ചർ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു മീൻസ് ലൈക്ക് ഒരു സ്പോട്ട് പോലെ നമുക്ക് ജസ്റ്റ് ആ ക്രോമോസോം ഒരു നമ്മളിപ്പോ സ്റ്റെയിൻ പിങ്ക് കളർ സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പിങ്ക് ഡോട്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ ക്രോമോസോം ശരിക്കും വിസിബിൾ ആവുന്നത് പ്രൊഫേസിലാണ്. പ്രൊഫേസിലാണ് ആ ഇന്റർട്വൈൻ ആയിട്ടുള്ള ക്രോമോസോം എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആവാൻ നോക്കും. പിന്നെ ആ ത്രെഡ് പോലെയുള്ള സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രൊഫേസ് ആണ്. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കണ്ടൻസേഷൻ ഓഫ് ക്രോമോസോംസ് നടക്കും. അപ്പോഴാണ് നമുക്ക് ആ ത്രെഡ് പോലെയുള്ള സംഭവം വിസിബിൾ ആവുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ക്രോമാറ്റിഡ്സ് കാണാൻ പറ്റും. ഈ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നോർമലി ഒരു ക്രോമോസോമിൽ ഒരു സെൻട്രോമിയർ ഉണ്ടാവും, പി ആം ഉണ്ടാവും, ക്യൂ ആം ഉണ്ടാവും. ഇപ്പൊ ഡ്യൂപ്ലിക്കേഷൻ സമയത്ത് എന്താവും, ഈ
സ്ട്രക്ചർ ഒരു കോപ്പി എടുത്തിട്ടുണ്ടാവും. ഓക്കെ, ആ കോപ്പി എടുത്ത സാധനമാണ് നമ്മൾ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്രോമോസോം ഉണ്ടാവും, 2 ക്രോമാറ്റിഡ്സ് ഉണ്ടാവും. ക്രോമാറ്റിഡ്സ് എന്തുകൊണ്ട് വന്നു? റെപ്ലിക്കേഷൻ കാരണം വന്നതാണ്. ഓക്കെ, ആ സിസ്റ്റർ ക്രോമാറ്റിഡിനെ നമുക്ക് പ്രൊഫേസ് സമയത്ത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോളസ് ഇതെല്ലാം ഡിസപ്പിയർ ആയിട്ട് നമുക്ക് ആ ക്രോമോസോംസ് എല്ലാം ഒന്ന് ഓർഗനൈസ് ആവുന്ന സ്റ്റേജ് ആണ് പ്രൊഫേസ്. ഈ പ്രൊഫേസ് കഴിഞ്ഞാൽ അടുത്ത ഫേസ് എന്ന് പറയുന്നത് മെറ്റാഫേസ് ആണ്. അപ്പൊ ഇപ്പൊ എന്താണ്? കണ്ടൻസേഷൻ ഹൈ ആവും, വീണ്ടും കണ്ടൻസേഷൻ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഫെർദർ കണ്ടൻസേഷൻ കാരണം എന്താണെന്ന് വെച്ചാൽ ക്രോമോസോമിന്റെ സൈസ് വീണ്ടും കുറയും. അപ്പൊ നമുക്ക് ക്ലിയർ വിസിബിലിറ്റി കിട്ടും ആ പർട്ടിക്കുലർ ക്രോമോസോംസ്. അപ്പൊ മെറ്റാഫേസ് ആണ് ബെസ്റ്റ് ഫേസ്. നമുക്ക് എന്തെങ്കിലും ക്രോമോസോമൽ സ്റ്റഡീസ് ഒക്കെ ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യുന്ന ഫേസ് ആണ് മെറ്റാഫേസ്, ബിക്കോസ് ഓഫ് ഹൈലി കണ്ടൻസ്ഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ഈ പ്രൊഫേസിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ആവുമ്പോൾ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, കണ്ടൻസേഷൻ കണ്ടിന്യൂ ആയിട്ട് ഫെർദർ നമുക്ക് ക്രോമോസോമിന്റെ സ്ട്രക്ചറും ക്രോമാറ്റിഡ്സിന്റെ പോയിന്റും നമുക്ക് ഈസി ആയിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്രോമോസോംസ് എല്ലാം ഇങ്ങനെ ന്യൂക്ലിയസിൽ സ്കാറ്റേർഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെല്ലിൽ സ്കാറ്റേർഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതെല്ലാം ഒരു ഇക്വേറ്റർ പോയിന്റിലേക്ക് മൂവ് ആവാൻ തുടങ്ങും. അപ്പൊ മെറ്റാഫേസ് വരുമ്പോ എന്താ, ഈ മെറ്റാഫേസ് എന്നൊക്കെ ഉണ്ട്. അപ്പൊ മെറ്റാഫേസ് സമയത്ത് അത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. മെറ്റാഫേസ് വരുമ്പോൾ ആ ക്രോമോസോംസ് എല്ലാം ഇക്വേറ്റർ ലൈനിൽ അറേഞ്ച് ആവും. അതായത് ഒരു മിഡിൽ റീജിയൻ ഓഫ് ദി സെൽ എന്ന് പറയാം. അതിൽ ഇങ്ങനെ അറേഞ്ച് ആയി വരുന്നതാണ് മെറ്റാഫേസ്. പിന്നെ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻസ് എല്ലാം പ്രൊഫേസിൽ നടന്നിട്ടുണ്ടാകും. ആ സ്പിൻഡിൽ ഫൈബർ എല്ലാം വന്ന് ഈ സെൻട്രോമിയർ റീജിയൻ, ഓരോരോ ക്രോമോസോമിനും സെൻട്രോമിയേഴ്സ് ഉണ്ടാവും. ആ സെൻട്രോമിയർ റീജിയനിൽ വന്ന് അറ്റാച്ച് ആവും. അപ്പൊ ഇത് കറക്റ്റ് ആ സെൻട്രോമിയർ റീജിയനിൽ വന്ന് അറ്റാച്ച് ആവാൻ വേണ്ടി ചില പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യും. ഡിസ്ക് ലൈക്ഡ് പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ സെൻട്രോമിയർ എന്ന് ചോദിച്ചാൽ കൈനറ്റോകോർ പ്രോട്ടീൻസ് ആണ്. ആ കൈനറ്റോകോർ പ്രോട്ടീൻസ് ആണ് ഈ സ്പിൻഡിൽ ഫൈബേഴ്സിന് ആ സെൻട്രോമിയറിലേക്ക് അറ്റാച്ച് ആവുന്നത്. ഓക്കെ, ഈ ഹോൾ പ്രോസസ് എല്ലാം നടക്കുന്നത് മെറ്റാഫേസിലാണ്. അപ്പോ എന്തൊക്കെ സംഭവിക്കും? മാക്സിമം കണ്ടൻസേഷൻ ഓഫ് ക്രോമോസോം നടക്കുന്നത് മെറ്റാഫേസിലാണ്. പിന്നെ സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച്ഡ് ടു സെൻട്രോമിയർ ഡ്യൂറിങ് മെറ്റാഫേസ് ആണ്. പിന്നെ ക്രോമോസോംസ് എല്ലാം ഒരു ഇക്വട്ടോറിയൽ ലൈനിൽ അറേഞ്ച് ആവുന്നതും മെറ്റാഫേസിലാണ്. അപ്പൊ ഇതാണ് 3 ഇമ്പോർട്ടന്റ് ഈവന്റ്സ് ഹാപ്പനിങ് ഇൻ മെറ്റാഫേസ്. അപ്പൊ മെറ്റാഫേസ് കഴിഞ്ഞ് അടുത്ത സെല്ല് മൂവ് ആവുന്നത് അനാഫേസിലേക്കാണ്. അനാഫേസ് ആണ് ഷോർട്ടസ്റ്റ് സ്റ്റേജ്, അല്ലെങ്കിൽ മാക്സിമം ആയിട്ടുള്ള ഓർഗാനിസത്തിൽ ഒരു സ്റ്റോപ്പ് ക്വിക്ക് ആയിട്ട് കംപ്ലീറ്റ് ആവുന്നത് അനാഫേസ് ആണ്. അപ്പൊ അനാഫേസിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെൻട്രോമിയർ ഇക്വറ്റോറിയൽ റീജിയനിൽ ഈ സെൻട്രോമിയർ എല്ലാം അറേഞ്ച് ആവുമ്പോൾ ഈ സെൻട്രോമിയേഴ്സ് രണ്ടും, അതായത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവും. ഇവിടെയാണ് സെൻട്രോമിയർ പുള്ളിങ് നടക്കുന്നത്. ആ പുള്ളിങ് ചെയ്യുന്നത് ആരാണ്? സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്. അപ്പൊ ഈ സ്പിൻഡിൽ ഫൈബർ എന്താണെന്ന് വെച്ചാൽ കോൺട്രാക്ട് ആവും, കോൺട്രാക്ഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബർ. അപ്പൊ ആ സ്പിൻഡിൽ ഫൈബർ കോൺട്രാക്ട് ആവുമ്പോൾ ഇങ്ങനെ ചുരുങ്ങി വരുമ്പോ എന്താവും? സെൻട്രോമിയർ പുൾ ഔട്ട് ആവും. പുൾ ഔട്ട് ആവുമ്പോ എന്താവും? ഓരോരോ ക്രോമോസോമും ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ആവും. അപ്പൊ ഇതാണ് അനാഫേസിൽ നടക്കുന്ന സംഭവം. ഓക്കെ, സെൻട്രോമിയർ ഡിവിഷൻ നടക്കും, പിന്നെ സ്പിൻഡിൽ ഫൈബർ കോൺട്രാക്ഷൻ നടക്കും. സ്പിൻഡിൽ ഫൈബർ കോൺട്രാക്ഷൻ കാരണം സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ആവും. സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ആവുന്ന കാരണം ഓരോരോ സിസ്റ്റർ ക്രോമാറ്റിഡും ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ആവും. ഓക്കെ, ഇതൊക്കെയാണ് അനാഫേസിൽ നടക്കുന്നത്. പിന്നെ വരുന്നത് ഈ അനാഫേസ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്രോമോസോമിന്റെ സ്ട്രക്ചർ പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് സ്റ്റേജ് ആണ്. അതായത് ഈ സെൻട്രോമിയർ പൊസിഷൻ അനുസരിച്ചാണ് ക്രോമോസോമിന്റെ സ്ട്രക്ചർ മാറുന്നത്. ഇപ്പൊ മെറ്റാസെൻട്രിക് ആണെങ്കിൽ നമുക്ക് വി ഷേപ്പ് ക്രോമോസോം കിട്ടും. ഇതേ സബ് മെറ്റാസെൻട്രിക് ആണെങ്കിൽ ഒരു ജെ ഷേപ്പോ അല്ലെങ്കിൽ എൽ ഷേപ്പോ കിട്ടും. അക്രോസെൻട്രിക് ആണെങ്കിൽ നമുക്ക് ടീലോസെൻട്രിക് ആണെങ്കിൽ നമുക്ക് ഒരു റോഡ് ഐ ഷേപ്പ് കിട്ടും. അക്രോസെൻട്രിക് ആണെങ്കിൽ ഒരു റോഡ് ഷേപ്പ് കിട്ടും. അപ്പൊ ബേസ്ഡ് ഓൺ സെൻട്രോമിയർ പൊസിഷൻ നമുക്ക് ഈ അനാഫേസിൽ ക്രോമോസോമിന്റെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഈവന്റ്സ് ഹാപ്പനിങ് ഇൻ
അനാഫേസ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ടീലോഫേസ്. ടീലോഫേസ് ഇപ്പോൾ അനാഫേസ് എന്തായതോ ഈക്വൽ amount ഓഫ് ക്രോമോസോംസ് എല്ലാം ഡിവൈഡ് ആയി രണ്ട് ഡോട്ടർ ന്യൂക്ലിയസ് ഫോം ആവാനുള്ള എല്ലാ പ്രോസസ്സും അവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ രണ്ട് ഡോട്ടർ ന്യൂക്ലിയൈ ഫോം ആവുന്നതാണ് ഈ ടീലോഫേസിന്റെ മെയിൻ സംഭവം. അപ്പൊ ഇവിടെ എന്തൊക്കെയാ നടക്കും എന്ന് വെച്ചാൽ ആദ്യം ഈ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമോസോംസ് എല്ലാം അൺകോയിലായി ഒരു നോർമൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിലേക്ക് വരും. പിന്നെ അത് കംപ്ലീറ്റ് മാസ് ഓഫ് ക്രോമാറ്റിൻ ആയിട്ട് ഫോം ആവും. ആ മാസ് ഓഫ് ക്രോമാറ്റിനാണ് നമ്മൾ ക്രോമാറ്റിൻ റെക്ടിക്കുളം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണോ ക്രോമോസോമിനെ ഇന്റർഫേസിൽ വിസിബിൾ ചെയ്തത് അതുപോലെ ആയിരിക്കും ടീലോഫേസിൽ അത് റീ അപ്പിയർ ആവുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ന്യൂക്ലിയസും ന്യൂക്ലിയോ മെംബ്രെയിനും അതെല്ലാം റീഫോർമേഷൻ നടക്കും. അത് പ്രൊഫേസിൽ അതെല്ലാം ഡിസപ്പിയർ ആയി ഇപ്പൊ വീണ്ടും ടീലോഫേസ് വരുമ്പോൾ അത് റീഅപ്പിയർ ആവും. ഈ 2 ഡോട്ടർ ന്യൂക്ലിയർ, 2 ഡോട്ടർ ന്യൂക്ലിയർ ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ടീലോഫേസ് ഉണ്ടാവുന്ന പീരിയഡ്, അതായത് ടീലോഫേസ് കഴിഞ്ഞിട്ട് ഒരു ഫേസും കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സും കൂടി ഉണ്ട്. അതാണ് സൈറ്റോകൈനസിസ്. ഈ സൈറ്റോകൈനസിസ് ആണ് നമുക്ക് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതായത് 2 ഡോട്ടർ ന്യൂക്ലിയസിനും ഈക്വൽ ആയിട്ട് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സൈറ്റോപ്ലാസ്മിക് സൈറ്റോപ്ലാസ്മിക് ഡിവിഷനെയാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കുമ്പോൾ സെല്ലിൽ ഈക്വൽ ഓഫ് നമ്പർ ഓഫ് ഓർഗനൽസ് ഉണ്ടാവോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇറ്റ് മേ നോട്ട്. എപ്പോഴും ഈക്വൽ ആയിട്ട് ഓർഗനൽസ് ഡിസ്ട്രിബ്യൂട്ട് ആവണം എന്നില്ല. പക്ഷെ ഫർദർ സെല്ല് ഡിവൈഡ് ആവുമ്പോൾ അല്ലെങ്കിൽ സെല്ല് ഗ്രോ ആവുമ്പോൾ അതിന് ആവശ്യമുള്ള ഓർഗനൽസ് എല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുളം കുറച്ചും കൂടി വേണമെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ നടന്നിട്ട് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുളം പ്രൊഡ്യൂസ് ആവും. ഇപ്പൊ കുറച്ച് റൈബോസോംസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് റൈബോസോംസ് പ്രൊഡ്യൂസ് ആവും. അപ്പോൾ ഈക്വലി ഇല്ലെങ്കിലും ആവശ്യം വരുമ്പോൾ ഡോട്ടർ ന്യൂക്ലിയസ് അത് സിന്തസിസ് ചെയ്തെടുക്കും. ഓക്കെ, ഇതൊക്കെയാണ് മൈറ്റോസിസിൽ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ 2 ഫേസ് ആണുള്ളത്. ഇന്റർഫേസ് ഉണ്ട്, മൈറ്റോട്ടിക് ഫേസ് ഉണ്ട്. ഇന്റർഫേസിൽ 3 സ്റ്റേജ് ഉണ്ട്: G1, S, G2. മൈറ്റോട്ടിക് ഫേസിൽ പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പിന്നെ ടീലോഫേസ് കഴിഞ്ഞ് നമുക്കൊരു സൈറ്റോകൈനസിസ് നടക്കും. ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് 2 ഡോട്ടർ ന്യൂക്ലിയൈ ഫോം ആവും. 2 ഡോട്ടർ ന്യൂക്ലിയയിലും ഈക്വൽ നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ടാവും, സിമിലർ ടു ഓർ ഐഡന്റിക്കൽ ടു മദേഴ്സ്. ഇതാണ് കംപ്ലീറ്റ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഡോട്ടർ ന്യൂക്ലിയർ വീണ്ടും ഒരു മൈറ്റോട്ടിക് ഈവൻസിന് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നതോറും ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് അവിടെ സംഭവിക്കും. ഇതാണ് മൈറ്റോസിസിന്റെ മെയിൻ ആയിട്ടുള്ള ഡിസ്കഷൻ. നെക്സ്റ്റ് നമുക്ക് മിയോസിസിന് പ്രോസസ്സ് നോക്കാം. ഓക്കെ, ഈ മിയോസിസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് അല്ല, ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ഒരു പർട്ടിക്കുലർ സ്റ്റേജ്, റീപ്രൊഡക്ഷൻ സ്റ്റേജ് വരുമ്പോൾ യൂക്കാരിയോട്ടിക്കിൽ നടക്കുന്ന പ്രോസസ്സാണ് മിയോസിസ്. മിയോസിസ് മെയിൻ ആയിട്ട് ഗാമേറ്റ് പ്രൊഡക്ഷന് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ ഗാമേറ്റ് പ്രൊഡക്ഷൻ സമയത്ത് നമ്മൾ ഈക്വൽ ക്രോമോസോംസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹ്യൂമൻസിൽ നമുക്ക് 46 ക്രോമോസോംസ് ഉണ്ട്. ഈ 46 ക്രോമോസോംസ് റിഡക്ഷണൽ ഡിവിഷൻ, അതായത് മിയോസിസ് നടക്കുമ്പോൾ 23 ക്രോമോസോം ആവും. എങ്ങാനും ഈ മിയോസിസ് നടന്നില്ല എന്ന് വെക്കാം, അപ്പൊ എന്താവും? 46 ക്രോമോസോംസ് മെയിൻറ്റെയിൻ ആവും. അപ്പോൾ മെയിലിൽ 46 ക്രോമോസോം ഉണ്ടാവും, ഫീമെയിലിൽ 46 ക്രോമോസോം ഉണ്ടാവും. ഈ മെയിലും ഫീമെയിലും ഫ്യൂസ് ആവുമ്പോൾ എത്ര ഉണ്ടാവും? 92 ക്രോമോസോംസ് ഡോട്ടർ ന്യൂക്ലിയയിൽ ഉണ്ടാവും. അപ്പൊ ദാറ്റ് ഇസ് അത് എക്സ്ട്രാ ആണ്. ശരിക്കും ഒരു സ്റ്റേബിൾ ഓർഗാനിസം ഡെവലപ്പ് ആവണമെങ്കിൽ അതിൽ 46 ക്രോമോസോമേ ഉണ്ടാവും. അപ്പൊ ഈ ക്രോമോസോം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഡോട്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ന്യൂ ഓർഗാനിസത്തിൽ ക്രോമോസോം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് മിയോസിസ്. ഓക്കെ, മിയോസിസ് മൈറ്റോസിസിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. മൈറ്റോസിസിൽ ഇന്റർഫേസും മൈറ്റോട്ടിക് ഫേസും മാത്രമേ ഉണ്ടാവുന്നു. മിയോസിസ് നോക്കുമ്പോൾ നമുക്ക് ഇന്റർഫേസ് ഉണ്ടാവും, മിയോട്ടിക് ഫേസ് 1 ഉണ്ടാവും, ഇന്റർകൈനസിസ് ഉണ്ടാവും, പിന്നെ മിയോസിസ് 2 ഉണ്ടാവും. ഓക്കെ, മിയോട്ടിക് ഫേസ് 2 ഉണ്ടാവും. അപ്പൊ ഇതും നമുക്ക് ക്രിസ്പായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഈ G1, S ഫേസ്, G2 ഫേസ്, ഇത് 3ഉം ഇന്റർഫേസിൽ ഉണ്ടാവും. പക്ഷെ ഡിഫറൻസസ് എന്താണ്? മൈറ്റോസിസിലും മിയോസിസിലും ഇതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, മൈറ്റോസിസിൽ എസ് ഫേസിൽ കംപ്ലീറ്റ് DNA റെപ്ലിക്കേഷൻ ഉണ്ടാവും. അതായത് 100% റെപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ സെല്ല് G2 ഫേസിലേക്ക് മൂവ് ആവും. പക്ഷെ മിയോസിസിൽ
99.7% റെപ്ലിക്കേഷൻ നടക്കും. ബാക്കിയുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്രൊഫേസ് 1, അതായത് സൈഗോട്ടിൻ സ്റ്റേജിൽ അത് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇതാണ് മേജർ ആയിട്ട് വരുന്ന ഡിഫറൻസസ് ഇന്റർഫേസിൽ. ബാക്കിയെല്ലാം G1ഉം G2 എല്ലാം സെയിം ആണ് മൈറ്റോസിസും മിയോസിസും കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ മിയോസിസ് 1 അഗെയിൻ നമുക്ക് 4 സ്റ്റേജ് ആയിട്ടുണ്ട്. പ്രൊഫേസ് 1ഉം പിന്നെ മെറ്റാഫേസ് 1ഉം അനാഫേസ് 1ഉം ടീലോഫേസ് 1ഉം. ഓക്കെ, അതിൽ പ്രൊഫേസ് 1 വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ആണ്. പിന്നെ അതാണ് ലോങ്സ്റ്റ് ഫേസ് ഇൻ മിയോട്ടിക് ഫേസ്. മിയോട്ടിക് ഫേസിൽ ലോങ്സ്റ്റ് ഫേസ് എന്ന് ചോദിച്ചാൽ അത് പ്രൊഫേസ് 1 ആണ്. അഗെയിൻ പ്രൊഫേസിൽ സബ് സ്റ്റേജസ് ഉണ്ട്. നമുക്ക് ലെപ്റ്റോട്ടിൻ ഉണ്ട്, സൈഗോട്ടിൻ ഉണ്ട്, പാക്കറ്റിൻ ഉണ്ട്, ഡിപ്ലോട്ടിൻ ഉണ്ട്, ഡയാകൈനസിസ് ഉണ്ട്. ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. ഓക്കെ, ബിക്കോസ് ഓരോരോ പ്രോസസ്സിലും നമുക്ക് ഓരോരോ ഇമ്പോർട്ടൻറ്റ് ഈവന്റ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ആദ്യം ലെപ്റ്റോട്ടിൻ എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ട് നമുക്ക് സിംഗിൾ ത്രെഡ് ഫോം ആവുന്ന ഒരു സ്റ്റേജ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രോമാറ്റിൻ റെക്ടിക്കുലം, ഒരു മാസ് ഓഫ് ക്രോമോസോംസ് കണ്ടൻസ് ആയി ത്രെഡ് ലൈക്ക് ഫോർമേഷൻ വരുന്ന ഒരു സ്റ്റേജ് ആണ് പ്രൊഫേസ്. അതിൽ ലെപ്റ്റോട്ടിൻ മിയോസിസിൽ നോക്കുമ്പോൾ ലെപ്റ്റോട്ടിൻ സ്റ്റേജിലാണ് നമുക്ക് ആ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ നമുക്ക് വിസിബിൾ ആവുന്ന ഒരു സ്റ്റേജ്. പിന്നെ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷനും പ്രൊഫേസ് 1ലാണ് നടക്കുന്നത്. ഓക്കെ, അതായത് ലെപ്റ്റോട്ടിൻ സ്റ്റേജിലാണ് നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സൈഗോട്ടിൻ ആണ്. സൈഗോട്ടിനിൽ മെയിൻ ആയിട്ട് നടക്കുന്നത് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. ഓക്കെ, ആ പെയറിംഗ് കാരണമാണ് നമുക്ക് റിഡക്ഷണൽ ഡിവിഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഹോമോലോഗസ് ക്രോമോസോം എന്ന് പറയുമ്പോൾ നമുക്ക് മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ക്രോമോസോംസ് ആണ്. ഓരോരോ ഓർഗാനിസം, മെയിൻലി ഡിപ്ലോയിഡ് ഓർഗാനിസം എടുക്കുമ്പോൾ ഓരോരോ ക്രോമോസോമിനും അതിനുള്ള ഒരു ഹോമോലോഗസ് ക്രോമോസോംസ് ഉണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ ജീനോം എന്ന് പറയുന്നത്. 2 ജീനോം ഉള്ള ഓർഗാനിസം ആണ് ഡിപ്ലോയിഡ്. അപ്പോൾ ഒരു ജീനോമിൽ എങ്ങനെയാണ് ഒരു സെറ്റ് ഓഫ് ക്രോമോസോംസ് ഉള്ളത്, സെയിം സെറ്റ് ഓഫ് ക്രോമോസോംസ് സെക്കൻഡ് ജീനോമിലും ഉണ്ടാവും. അപ്പോൾ ഡിപ്ലോയിഡിൽ 2 ജീനോംസ് കാണും. ട്രിപ്ലോയിഡ് ആകുമ്പോൾ 3 ജീനോംസ്, ടെട്രാപ്ലോയിഡ് ആകുമ്പോൾ 4 ജീനോംസ്. അങ്ങനെ സെറ്റ് ഓഫ് ക്രോമോസോംസ് മൾട്ടിപ്ലൈ ആവുന്നതാണ് നമ്മൾ പോളിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ നോർമൽ ഓർഗാനിസം അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിന്റെ മിയോസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താവും, അതിൽ 2 പെയർ ഓഫ് ക്രോമോസോംസ് ഉണ്ടാവും. ആ പെയർ ഓഫ് ക്രോമോസോംസിനെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമോസോംസ് എന്ന് പറയുന്നത്. ആ ഹോമോലോഗസ് ക്രോമോസോംസിന്റെ പെയറിംഗ് ആണ് സൈഗോട്ടിൻ സ്റ്റേജിൽ നടക്കുന്നത്. അത് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പെയർ ആയ സംഭവത്തിന് നമ്മൾ എന്ത് പറയും, ബൈ വാലന്റ് എന്ന് പറയും. ബിക്കോസ് അവിടെ 2 ക്രോമോസോംസ് ആണ് ഉള്ളത്. സോ വി കോൾ ഇറ്റ് as ബൈ വാലൻസ്. അല്ലെങ്കിൽ നമുക്ക് ടെട്രാഡ് എന്ന് പറയും. ഈ ടെട്രാഡ് എന്ന് പറയുമ്പോൾ അവിടെ 4 ക്രോമാറ്റിഡ് ആണ് ഉള്ളത്. നോർമൽ ക്രോമോസോംസിൽ 2 ക്രോമാറ്റിഡും, 2 ക്രോമാറ്റിഡ് എങ്ങനെ കിട്ടി, എസ് ഫേസിൽ റെപ്ലിക്കേഷൻ കാരണം നമുക്ക് 2 ക്രോമാറ്റിഡ് കിട്ടി. സോ ഹോമോലോഗസ് ക്രോമോസോമിലും 2 ക്രോമാറ്റിഡ് ഉണ്ടാവും. അപ്പൊ 4 ക്രോമാറ്റിഡ് ആണ് പെയറിംഗ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എത്ര, ടെട്രാഡ് സ്റ്റേജ് എന്ന് പറയും. ഓക്കെ, ബൈവാലന്റ് ആണെങ്കിലും ടെട്രാഡ് ആണെങ്കിലും ഏകദേശം സെയിം ആണ്. ബൈവാലന്റ് എന്ന് പറയുമ്പോൾ 2 ക്രോമോസോമും, ടെട്രാഡ് എന്ന് പറയുന്നത് 4 ക്രോമാറ്റിഡ് ഓഫ് ദ 2 ഹോമോലോഗസ് ക്രോമോസോം. ഓക്കെ, അത് വിസിബിൾ ആവുന്ന സ്റ്റേജ് ആണ് ഈ സൈഗോട്ടിൻ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എസ് ഫേസിൽ ഒരു 0.3% റെപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അത് കംപ്ലീറ്റ് ആവുന്നത് സൈഗോട്ടിൻ സ്റ്റേജിലാണ്. സൈഗോട്ടിൻ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത മൂവ് ആവുന്നത് നമ്മൾ പാക്കറ്റിൻ സ്റ്റേജിലാണ്. പാക്കറ്റിൻ സ്റ്റേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ക്രിയേഷൻ ഓഫ് വേരിയേഷൻ. ഒരു ഓർഗാനിസത്തിൽ ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ പേരൻസിന് ഈ സിമിലർ ആണോ എന്ന് ചോദിച്ചാൽ വി ആർ സിമിലർ, പക്ഷെ എക്സാക്ട് കോപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ നമ്മൾ അച്ഛനും അമ്മയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി വേരിയേഷൻസ് കാണും. ആ വേരിയേഷൻസ് ഒക്കെ സംഭവിച്ചത് ബിക്കോസ് സംഭവിച്ച ആ ഒരു സ്റ്റേജ് ആണ് പാക്കറ്റിൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പാക്കറ്റിനിൽ മെയിൻ ആയിട്ട് നടക്കുന്ന ഈവന്റ് ആണ് റീകോമ്പിനേഷൻ ഓർ ക്രോസിംഗ് ഓവർ, ഈക്വൽ എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ്. 2 ഈ ഹോമോലോഗസ് ക്രോമോസോംസ് തമ്മിൽ സെഗ്മെന്റ്സ് എക്സ്ചേഞ്ച് ആവും. ആ സെഗ്മെന്റ്സ് ഈക്വൽ ലെങ്ത്തിൽ ഉണ്ടാവും. ഓൾവേസ് സെഗ്മെന്റ്സ് എക്സ്ചേഞ്ച് ആവുന്നത് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. ഇതാണ് പാക്കറ്റിൻ സ്റ്റേജിൽ നടക്കുന്നത്. വൺസ് പാക്കറ്റിൻ സ്റ്റേജ് കംപ്ലീറ്റ് ആയാൽ നമുക്ക് നോർമൽ ക്രോമോസോം, അതായത് പേരന്റൽ ടൈപ്പ് ക്രോമോസോമും കിട്ടും. പിന്നെ എക്സ്ചേഞ്ച് ആയി വേരിയബിൾ ക്രോമോസോംസും കിട്ടും. ദാറ്റ് ഇസ് റീകോമ്പിനന്റ് ക്രോമോസോംസ്. ഇതാണ് പാക്കറ്റിനിൽ നടക്കുന്നത്.
പിന്നെ വരുന്നത് ഡിപ്ലോട്ടിൻ ആണ്. ഡിപ്ലോട്ടിനിൽ ഈ പറയുന്ന ക്രോമോസോംസ്, അതായത് ഹോമോലോഗസ് ക്രോമോസോംസ് കോൺട്രാക്ട് ആവാൻ തുടങ്ങും, കണ്ടൻസ് ആവാൻ തുടങ്ങും. പിന്നെ പോയിന്റ് ഓഫ് ക്രോസിംഗ്, അപ്പൊ ആ കണ്ടൻസേഷൻ നടക്കുമ്പോൾ നമുക്ക് ക്രോസിംഗ് ഓവറിന്റെ പോയിന്റ് നമുക്ക് വിസിബിൾ ആവും. ആ ക്രോസിംഗ് ഓവർ പോയിന്റ് എങ്ങനെ ഉണ്ടാവും വെച്ചാൽ ഒരു ക്രോസ് ഷേപ്ഡ് ഫിഗർ ആയിട്ട് കാണും നമുക്ക്. ബിക്കോസ് ഒരു ക്രോസ് ഷേപ്ഡ് ഫിഗർ ഫോം ആയാൽ ആ എക്സ്ചേഞ്ച് നടക്കുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ ക്രോസ് ഷേപ്ഡ് ഫിഗർ ആണ് ചയാസ്മ എന്ന് പറയുന്നത്. അപ്പൊ ചയാസ്മ ശരിക്കും ഫോം ആവുന്നത് പാക്കറ്റിൻ സ്റ്റേജിലാണ്, പക്ഷെ വിസിബിൾ ആവുന്നത് നമുക്ക് ഡിപ്ലോട്ടിൻ സ്റ്റേജിലാണ് വിസിബിൾ ആവുന്നത്. പിന്നെ അടുത്ത ഡയാകൈനസിസ്. ഡയാകൈനസിസ് വരുമ്പോൾ മാക്സിമം കണ്ടൻസേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ഈ ചയാസ്മ ഫോർമേഷൻ ആയിട്ടുള്ള എല്ലാം അവിടെ ടെർമിനലൈസ് ആയി അതെല്ലാം വാഷ് ഔട്ട് ആവും. പിന്നെ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷനും കംപ്ലീറ്റ് ആവും. ഇതൊക്കെയാണ് പ്രൊഫേസ് 1 സംഭവിക്കുന്നത്. അടുത്ത മെറ്റാഫേസിൽ. മെറ്റാഫേസ് 1 എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മൈറ്റോസിസിനെ നോക്കുമ്പോൾ ക്രോമോസോംസ് എല്ലാം ഇക്വറ്റോറിയൽ റീജിയനിൽ അറേഞ്ച് ആവുന്നതാണ് നമ്മൾ മൈറ്റോസിസിൽ പഠിച്ചത്. ഇവിടെ എന്താവും, ഹോമലോഗസ് ക്രോമോസോം, അതായത് പേർഡ് ക്രോമോസോംസ് ഇവിടെ ഇക്വറ്റോറിയൽ റീജിയൻസിൽ അറേഞ്ച് ആവും. സ്പിൻഡിൽ ഫൈബർ വന്ന് സെൻട്രോമിയറിൽ അറ്റാച്ച് ആവും. ഇവിടെ സെൻട്രോമിയർ ഡിവിഷൻ ഉണ്ടാവില്ല മെറ്റാഫേസ് 1. ജസ്റ്റ് ക്രോമോസോം, ഹോമോലോഗസ് ക്രോമോസോംസ് മാത്രമേ ഡിവൈഡ് ആവും. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഈവന്റ് ഹാപ്പനിങ് മെറ്റാഫേസ് 1. അടുത്ത അനാഫേസ് 1 നമ്മളിപ്പോ മെറ്റാഫേസിൽ സ്പിൻഡിൽ ഫൈബർ വന്ന് അറ്റാച്ച് ആയ ശേഷം അത് ഇപ്പോൾ കോൺട്രാക്ട് ആവാൻ തുടങ്ങും. ആ അനാഫേസ് വരുമ്പോൾ അത് കോൺട്രാക്ട് ആകുമ്പോൾ എന്താവും, ഹോമോലോഗസ് ക്രോമോസോംസ് രണ്ടും സെപ്പറേറ്റ് ആവും. ആ സെപ്പറേഷൻ കാരണമാണ് നമുക്ക് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ റിഡക്ഷണൽ പ്രോസസ്. ഇപ്പൊ 4 ക്രോമോസോം വെച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡോട്ടർ സെല്ലില് 2 ക്രോമോസോമേ കാണും അറ്റ് ദി എൻഡ് ഓഫ് മിയോസിസ് 1. അതുകൊണ്ടാണ് റിഡക്ഷണൽ ഡിവിഷൻ എന്ന് പറയുന്നത് മിയോസിസ് 1. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സെൻട്രോമിയർ ഇവിടെ ഡിവൈഡ് ആവില്ല, വെറും ഹോമോലോഗസ് ക്രോമോസോംസ് മാത്രമേ മൂവ് ആവും. പിന്നെ വേറൊരു ഇത്, ഹോമോലോഗസ് ക്രോമോസോംസ് മൂവ് ആവുന്നത് ഒരിക്കലും ഐഡന്റിക്കൽ ആയിരിക്കില്ല, ബിക്കോസ് റീകോമ്പിനേഷൻ ഈവൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അനാഫേസ് 1 ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ടീലോഫേസ് 1. ടീലോഫേസ് 1 എന്താവും, ഇപ്പോൾ ഹോമോലോഗസ് ക്രോമോസോം സെപ്പറേറ്റ് ആയത് രണ്ട് ഡോട്ടർ ന്യൂക്ലിയർ ആയിട്ട് ഫോം ആവുന്നതാണ് ടീലോഫേസ് 1. അത് കഴിഞ്ഞിട്ട് ടീലോഫേസ് കഴിഞ്ഞിട്ട് ഒരു സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കും, അതാണ് സൈറ്റോകൈനസിസ് 1. ഓക്കെ, അവസാനം നമുക്ക് നോക്കുമ്പോൾ ഒരു ഡയാഡ് ഫോർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ടീലോഫേസ് 1 കഴിഞ്ഞിട്ട് 2 ഡോട്ടർ ന്യൂക്ലിയർ സെപ്പറേറ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ അത് സെപ്പറേറ്റ് ആവില്ല, ഇറ്റ് വിൽ ബി ടുഗെദർ. ഓക്കെ, ഒരുമിച്ചെന്ന് അത് മെയിൻറ്റെയിൻ ആവും. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 2 ഡോട്ടർ ന്യൂക്ലിയർ അവിടെ ഡിവൈഡ് ആയിട്ടില്ല, അത് ഡയാഡ് കണ്ടീഷനിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഇറ്റ് വിൽ മൂവ്, അതാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മൂവ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, മിയോട്ടിക് 2 ആണ്. പക്ഷെ ഈ മിയോട്ടിക് ഫേസ് 1ഉം മിയോട്ടിക് 2 ഫേസും നടുക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ആണ് ഇന്റർകൈനസിസ് സ്റ്റേജ്. ഓക്കെ, ഈ ഇന്റർകൈനസ് സ്റ്റേജസ് വന്നിട്ട് എല്ലാ ഓർഗാനിസത്തിലും ഉണ്ടാവോ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. ഓക്കെ, ചില ഓർഗാനിസത്തിന് റെസ്റ്റ് വേണം എന്ന് തോന്നുമ്പോൾ ആ ഇന്റർകൈനസിസ് സ്റ്റേജ് വരും. ഇല്ല, കണ്ടിന്യൂസ്ലി ഡിവൈഡ് ആവുന്ന എല്ലാം എൻവറോൺമെന്റൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് സെല്ലിന്റെ എൻവറോൺമെന്റൽ ഫീച്ചേഴ്സ് എല്ലാം ശരിയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി മിയോട്ടിക് 1 ഫേസിൽ നിന്ന് മിയോട്ടിക് 2ലേക്ക് പോകും. ചില സമയം ഒരു ഗ്യാപ്പ് വേണം അല്ലെങ്കിൽ ഒരു റെസ്റ്റ് വേണം എന്ന് നോക്കുമ്പോൾ ആ ഇന്റർകൈനസിസ് സ്പേസ് അവിടെ വരും. ഓക്കെ, അപ്പൊ ഇന്റർകൈനസിസ് സ്പേസ് എന്ന് പറയുന്നത് ദ പീരിയഡ് ബിറ്റ്വീൻ ഫസ്റ്റ് മിയോട്ടിക്കും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിലാണ്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഈവന്റും നടക്കില്ല. ചിലപ്പോൾ ക്രോമോസോംസ് അൺകോയിൽ ആവാൻ തുടങ്ങും. ഇപ്പൊ കണ്ടൻസ്ഡ് ഫോമിലല്ലേ ഉള്ളത്, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി അൺകോയിൽഡ് ഫോമിലേക്ക് വരാം. പിന്നെ ഇത് വേറെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് DNA റെപ്ലിക്കേഷൻ ഇവിടെ നടക്കില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇന്റർകൈനസിസ് നടക്കുന്നത്. വൺസ് ഇന്റർകൈനസിസ് കംപ്ലീറ്റ് ആയി എല്ലാം ഓക്കെ സെറ്റ് ആണ് എന്ന് മനസ്സിലാവുമ്പോൾ ഇറ്റ് വിൽ മൂവ് ടു പ്രൊഫേസ് 2. ഓക്കെ, പ്രൊഫേസ് 2 മെറ്റാഫേസ് 2 എല്ലാം ഇറ്റ് ഇസ് സിമിലർ ടു മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. ഓക്കെ, പ്രൊഫേസിൽ വീണ്ടും ന്യൂക്ലിയസും ന്യൂക്ലിയർ മെംബ്രെയിൻ അതെല്ലാം ഡിസപ്പിയർ ആവും.
കണ്ടൻസേഷൻ ആയിട്ടുള്ള ക്രോമോസോം എല്ലാം ഒന്ന് സോറി ഇന്റർകൈനസിസിൽ റിലാക്സ് ആയ ക്രോമോസോംസ് എല്ലാം വീണ്ടും കണ്ടൻസേഷൻ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് മെറ്റാഫേസിലേക്ക് മൂവ് ആവും. മെറ്റാഫേസിൽ ഇക്വറ്റോറിയൽ റീജിയനിൽ അറേഞ്ച് ആവും. പിന്നെ അനാഫേസിൽ സെൻട്രോമിയർ ഡിവിഷൻ നടക്കും. അങ്ങനെ ടീലോഫേസ് സംഭവിച്ചാൽ നമുക്ക് 4 ഡോട്ടർ ന്യൂക്ലിയസ് ആണ് നമുക്ക് കിട്ടുന്നത് അറ്റ് ദി എൻഡ് ഓഫ് മിയോസിസ് 2. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഇൻ മിയോസിസ്. സോ ഇതെല്ലാം നേരത്തെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയാണ് ഒന്നും കൂടി ബ്രീഫ് ആയിട്ട് ഓരോരോ സ്റ്റേജും എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സോ നമ്മൾ ലാസ്റ്റ് ഏവോ ക്ലാസ്സിൽ ജസ്റ്റ് മൈറ്റോസിസ് എന്താണ് മിയോസിസ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏവോ എക്സാം വരുമ്പോൾ നമുക്ക് സെൽ റെഗുലേഷൻസ് വരുന്നത്, അതായത് ഈ മൈറ്റോസിസ് മിയോസിസിൽ ചില റെഗുലേഷൻസ് നടക്കും, അതിലൊന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതും കൂടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഈ സെൽ റെഗുലേഷൻ, ഈ സെൽ സൈക്കിളിന്റെ റെഗുലേഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ആണ്. ഓക്കെ, ബിക്കോസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഗവേൺ ചെയ്യുന്നത് സെൽ ഡിവിഷൻ ആണ്. പിന്നെ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെൽ ഡിവിഷൻ ആണ്. ചില ഓർഗാനിസം, അതായത് യൂണിസെല്ലുലർ ഓർഗാനിസത്തിൽ ഒരു ന്യൂ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സെൽ ഡിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സെൽ ഡിവിഷനിൽ റെഗുലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഓരോരോ സ്റ്റേജും കൃത്യം നോക്കിയിട്ടാണ് അടുത്തടുത്ത സ്റ്റേജിലേക്ക് മൂവ് ആവേണ്ടത്. ഓക്കെ, അപ്പൊ അതെല്ലാം ചെയ്യുന്ന പ്രോസസ്സാണ് സെൽ റെഗുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെക്ക് പോയിന്റ്സ് എന്ന് പറയും. ഓരോരോ സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു ചെക്ക് പോയിന്റ് ഉണ്ടാവും. ആ ചെക്ക് പോയിന്റിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ സെൽ അടുത്തടുത്ത സ്റ്റേജിലേക്ക് മൂവ് ആവും. ഓക്കെ, അപ്പൊ ഈ സെൽ റെഗുലേഷൻസ് മെയിൻ ആയിട്ട് നമ്മൾ ഈസ്റ്റ് സെൽസിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സി ഒറിജിൻ, സീനോപാസ്, അങ്ങനെയുള്ള ഫ്രോഗ്സ്, മാമൽസിൽ അങ്ങനെ കുറെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പൊ ഡിഫറെന്റ് ഓർഗാനിസംസിൽ നടന്ന സ്റ്റഡീസ് ബേസ് ചെയ്തിട്ട് മെയിൻ ആയിട്ട് 2 തിയറിയാണ് സെൽ റെഗുലേഷനിലേക്ക് ഫ്രെയിം ചെയ്തത്. ഓക്കെ, ഒന്ന് ഡൊമിനോ തിയറി, പിന്നെ ക്ലോക്ക് തിയറി എന്ന് പറയും. ഓക്കെ, ഈ ഡൊമിനോ തിയറി ബേസ്ഡ് ഓൺ ഈസ്റ്റില് നമ്മൾ ചെയ്ത സെൽ ഡിവിഷൻ എക്സ്പെരിമെന്റ്സ് ബേസ് ചെയ്തിട്ട് വന്നതാണ് ഡൊമിനോ തിയറി. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സെൽ ഡിവിഷൻ, ഈസ്റ്റില് സെൽ ഡിവിഷൻ, ഒരു സെല്ല് ഡിവൈഡ് ആവുകയാണെങ്കിൽ ആ സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആയ ശേഷമേ അടുത്ത സെല്ല് ഡിവൈഡ് ആവും എന്നാണ് ഡൊമിനോ തിയറി പറയുന്നത്. അതായത് പ്രീവിയസ് സൈക്കിൾ, ഒരു സൈക്കിൾ തുടങ്ങി ആ സൈക്കിൾ കംപ്ലീറ്റ് ആയാൽ മാത്രമേ അടുത്ത സൈക്കിളിലേക്ക് അത് മൂവ് ആവും. ഓക്കെ, അപ്പൊ ഇത് അടുത്ത സൈക്കിളിലേക്ക് മൂവ് ആവാനും അല്ലെങ്കിൽ ആ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ചില സ്പെസിഫിക് റെഗുലേറ്റേഴ്സ് അവിടെ ഉണ്ടാവും. അതാണ് ആക്ടിവേഷനും ഇൻഹിബിഷനും സെൽ ഡിവിഷനിൽ മെയിൻ ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്റേഴ്സ് ആണ് സ്പെസിഫിക് റെഗുലേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഡൊമിനോ തിയറി എന്ന് പറയുന്നത് ഈസ്റ്റിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു സെൽ ഡിവിഷൻ നടന്നാൽ കംപ്ലീറ്റ് ആയാൽ മാത്രമേ അടുത്ത സെൽ ഡിവിഷൻ തുടങ്ങൂ. പക്ഷെ ക്ലോക്ക് തിയറിയിൽ അതിന്റെ കോൺട്രാസ്റ്റ് ആണ്. ഒരു സെൽ ഡിവിഷൻ നടക്കുമ്പോൾ തന്നെ വേറെ സെല്ല് ഡിവൈഡ് ആവാനും പറ്റും, അത് ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വരുന്നതാണ് ക്ലോക്ക് തിയറി. ഓക്കെ, അത് മെയിൻ ആയിട്ട് സി ഓർച്ചനും പിന്നെ സീനോപസ് എന്ന് പറയുന്നത് ഫ്രോഗ്സ് ആണ്. ഫ്രോഗ്സിലുമാണ് ഇത് പഠിച്ചത്. ഇവിടെ ഓസിലേറ്റ്, അതായത് ഒരു ഇന്റർഫേസും എൻഫേസും തമ്മിൽ ഓരോ ഓസിലേഷൻസ് ഉണ്ടാവും. ഓക്കെ, പ്രീവിയസ് സെൽ സൈക്കിൾ കംപ്ലീറ്റ് ആവണ മുന്നേ അടുത്ത സെൽ സൈക്കിൾ തുടങ്ങും എന്നാണ് ഈ ക്ലോക്ക് തിയറിയിൽ പറയുന്നത്. മനസ്സിലായോ ഡൊമിനോ തിയറിയും ക്ലോക്ക് തിയറിയും തമ്മിൽ? അതായത് ഡൊമിനോ തിയറിയിൽ ഓവർലാപ്പ് ഓഫ് സെൽ ഡിവിഷൻ ഉണ്ടാവില്ല, പക്ഷെ ക്ലോക്ക് തിയറിയിൽ സെൽ ഡിവിഷനിൽ ഓവർലാപ്പ് ഉണ്ടാവും. ഓക്കെ, ഒരു സെൽ ഡിവിഷൻ തുടങ്ങി അത് കംപ്ലീറ്റ് ആവുന്ന മുന്നേ വേറെ ഒരു സെല്ലിൽ ഡിവിഷൻ തുടങ്ങും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതാണ് ക്ലോക്ക് തിയറിയും ഡൊമിനോ തിയറിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.